താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിരാശയും വേദനയും ദുഃഖവുമൊക്കെ ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നത് ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതും നമ്മുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒക്കെ കാരണമായി തന്നെ ഇന്നില്ല, ഇന്നലകളിൽ അത് നഷ്ടപ്പെട്ടു പോയി. അതേ ചൊല്ലിയാണ് അല്ലേ വേദനയും ദുഃഖവും നിരാശയും ഒക്കെ ഉണ്ടാകുന്നത്. എന്നാൽ ലോകപ്രകാരം ഈ നിരാശയ്ക്കും ദുഃഖത്തിനുമൊന്നും ഒരു അറുതി ഉണ്ടാകത്തില്ല. പോയത് തന്നെയാണ്. എത്രയോ തവണ നമ്മളത് അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഒരു ഭക്തന്റെ ജീവിതത്തിലെ നഷ്ടപ്പെടലുകൾ അവന് വേദനയും ദുഃഖവുമായി തന്നെ അവശേഷിക്കുമോ? അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ടെ. ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ ചിലർക്ക് ദൈവത്തിലൂടെ ലഭിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ആ ലഭിക്കുന്നത് നിങ്ങൾക്കായിരിക്കുവാൻ തന്നെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 33-ാം അധ്യായം 12-13 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊന്ന് വായിക്കാം. കഷ്ടത്തിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെത്താൻ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ അവൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് അവൻ്റെ യാചന കേട്ട് അവനെ വീണ്ടും യെരൂശലേമിൽ അവൻ്റെ രാജത്വത്തിന് തിരിച്ചു വരുത്തി. യഹോവ തന്നെ ദൈവമെന്ന് മനശ്ശെക്ക് ബോധ്യമായി. മനശ്ശെ എന്ന ഇസ്രായേലിൻ്റെ രാജാവ് ലോക വഴികളിൽ നടന്ന് തൻ്റെ രാജത്വത്തെ ദൈവം തനിക്ക് നൽകിയ, തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് കൈമാറ്റം ചെയ്തു കിട്ടിയ ആ രാജത്വത്തെ നഷ്ടമാക്കി. ലോകപ്രകാരം എത്രത്തോളം അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. 33-ാം അധ്യായം അതേ ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം തന്നെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജാതികൾ ദൈവത്തിന് മുൻപിൽ വഷളത്വം പ്രവർത്തിച്ചതിനും അധികം വഷളത്വം ഈ മനശ്ശെ ദൈവത്തിൻ്റെ മുൻപിൽ പ്രവർത്തിച്ചു. അഥവാ അവൻ ഔവിധത്തിൽ ലോകപ്രകാരം ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിൽ ജീവിച്ചു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, പലതും നഷ്ടപ്പെട്ടു പോയി. ഇന്നലകളിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ സന്തോഷവും ആനന്ദവും ഭാവി പ്രതീക്ഷയുമായി ഉണ്ടായിരുന്ന പലതും തന്നെ അതിൽ ദൈവം തന്നതുണ്ട്. പാരമ്പര്യമായി നിങ്ങളുടെ കരങ്ങളിൽ എത്തിച്ചേർന്നതുണ്ട്. നിങ്ങൾ അധ്വാനിച്ച് നേടിയെടുത്തതുണ്ട്. അതേ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അന്വേഷിച്ചു പിന്നിലേക്കൊന്ന് നടക്കുവാൻ തയ്യാറാകുമെങ്കിൽ നഷ്ടപ്പെടലുകൾക്ക് കാരണമാം വിധം ലോക വഴികളിൽ നിങ്ങൾ നടന്നു നീങ്ങിയ കാൽപ്പാടുകളെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അയ്യോ, ഈ ദൈവദാസനും ഞങ്ങളുടെ കുറവുകളെ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെ വേദനിപ്പിക്കുകയാണോ? കാരണം ലോകം അങ്ങനെയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ അത് മുഖാന്തരം ചില നഷ്ടങ്ങൾ ഉണ്ടായാൽ അതേ നീ അത് അനുഭവിക്കുവാൻ ബാധ്യസ്ഥനാണ്. നിനക്കിങ്ങനെ തന്നെ ഉണ്ടാവണം, നീ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇന്നിങ്ങനെ അനുഭവിക്കണമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നവരുടെ മധ്യത്തിൽ അതിനൊപ്പം ഒരാളായി നിങ്ങൾ എന്നെ കൂട്ടേണ്ട. ഇതുവരെ നിങ്ങൾ എന്നെ അങ്ങനെ കണ്ടിട്ടില്ലെങ്കിൽ ഇനിയും അങ്ങനെ കാണത്തില്ല. കാരണം നിങ്ങൾ ആ ലോക വഴികളിൽ തേടി നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിത്തീർന്ന കാൽപാദങ്ങളെ കണ്ടെത്തുന്നതിനൊപ്പം നിങ്ങൾ തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം, ഈ നഷ്ടങ്ങളെ തിരികെ തരുവാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങൾക്കൊപ്പമുണ്ട്. ആ ബോധ്യത്തിൽ നിന്ന് വേണം തേടലുകൾ ആരംഭിക്കുവാൻ. എങ്ങനെയാണ് എൻ്റെ നന്മ നഷ്ടപ്പെട്ടു പോയത്? എങ്ങനെയാണ് എൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയത്? എങ്ങനെയാണ് നിറഞ്ഞവളായിരുന്ന ഞാൻ ശൂന്യയായി തീർന്നത്? എങ്ങനെയാണ് സന്തോഷം അനുഭവിച്ച് സമാധാനത്തോടെ സ്വസ്ഥമായി ജീവിച്ച ഞാൻ നിരാശിതയും ദുഃഖിതയും നിന്ദിതയുമായി മാറിയത്? അപ്പോൾ അത് തിരിച്ചറിയുന്നവർ മനശ്ശയെ പോലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. എങ്ങനെ? തന്നെത്താൻ മനശ്ശെ താഴ്ത്തുകയാണ്. വചനം പറയുന്നു അവൻ ഏറ്റവും താഴ്ത്തി. ഒരു സമയത്ത് അവൻ തന്നെത്താൻ ഏറ്റവും ഉയർത്തി. ഞാൻ ഇസ്രായേലിലെ രാജാവാണ്, അയ്യോ പ്രഭുക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠനാണ്, ഒരുപക്ഷെ എൻ്റെ അപ്പനേക്കാൾ ഞാൻ ഉയർന്നവനാണ്. തന്നെത്താൻ അവൻ ഉയർത്തിയ ഒരു സമയം. ലോക വഴികളിൽ ഇങ്ങനെ നാം ഉയർത്താറുണ്ട്. എൻ്റെ കഴിവുകൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ സൗന്ദര്യം കൊണ്ട് എനിക്കിങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടി, എൻ്റെ മിടുക്ക് കൊണ്ട് എനിക്കിങ്ങനെ ഒരു ഭാര്യയെ കിട്ടി, ഞങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ പഠിച്ചു നല്ല നിലയിൽ ഉയർത്തിയ നാളുകൾ, തന്നെത്താൻ ഉയർത്തിയ നാളുകൾ. ഞങ്ങൾക്കൊക്കെ ആ ഒരു കഴിവുണ്ടെന്നേ, അതുകൊണ്ടാണ് ഈ ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ സമ്പാദിക്കുവാൻ കഴിയുന്നേ. തകർന്നു പോയോ? തിരിച്ചറിയ്. ഏറ്റവും താഴ്ത്തേണ്ട സമയം വന്നിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. ആരാ? മനശ്ശെ ദൈവസന്നിധിയിൽ ഏറ്റവും താഴ്ത്തി അവനോട് പ്രാർത്ഥിച്ചു. അവൻ്റെ ജീവിതത്തിൽ മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത അത്ര കുറവുകൾ വന്നിട്ടും ദൈവത്തിൽ മനശ്ശെ വിശ്വസിച്ചു. പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ, ഇന്നലകളിലെ നഷ്ടങ്ങൾക്ക് കാരണമാകും വിധം വന്നുപോയ കുറവുകൾ എത്ര തന്നെ വലുതായിരുന്നാലും
ആ കുറവുകളെ കണക്കിടാതെ തന്നെ താൻ താഴ്ത്തി തൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനെ ആ നഷ്ടങ്ങളെ തിരികെ കൊടുക്കുമാറാക്കുന്ന ഒരു ദൈവം, അതേ ആ ദൈവം ഈ സമയം നിങ്ങൾക്കൊപ്പമുണ്ട്. സഹോദര സഹോദരി, പ്രാർത്ഥിക്ക്. നിന്റെ നഷ്ടപ്പെട്ടു പോയ ആ സാമ്പത്തിക നന്മയെ എൻ്റെ കർത്താവ് തിരികെ തരികയാണ്. നിന്നെ ഇല്ലാത്തവനാക്കി മാറ്റിയ, നിന്നെ നിന്ദിതനും പരാജിതനും നിരാശനും ഭയപ്പെടുന്നവനുമാക്കി മാറ്റിയ അതേ ആ ഇല്ലായ്മയ്ക്ക് കർത്താവ് പരിഹാരം വരുത്തുകയാണ്. ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയി നീ വലിയ ഇല്ലായ്മ അനുഭവിക്കുന്നു. ആ നഷ്ടത്തെ എൻ്റെ ദൈവം തിരികെ കൊണ്ടുവരിക. നിന്റെ അധ്വാന ഫലത്തെ, ചിതറിപ്പോയ നിന്റെ അധ്വാന ഫലത്തെ, പലരുടെയും കയ്യിലായിപ്പോയി നന്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു നീ കൊടുത്തു, ഇന്ന് അത് നിനക്ക് തിരികെ കിട്ടുന്നില്ല. മാത്രവുമല്ല, അവിടെ ഒരു ശത്രുവിനെ നീ ഉണ്ടാക്കിയിരിക്കുന്നു. നീ വില കൊടുത്ത് ഒരു ശത്രുവിനെ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ശത്രുക്കൾ മുഖാന്തരം ഉപദ്രവം സഹിക്കുന്ന, അപമാനം സഹിക്കുന്ന, പല നിലകളിൽ ബാധിക്കപ്പെട്ട ചിലർ ആ ശത്രുവിന്റെ പക്കൽ നിന്ന് നിന്റെ നന്മ, നിന്റെ അധ്വാന ഫലം, നിനക്ക് ദൈവം തന്നത് തിരികെ വരുവാൻ പോകുക. നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ തലമുറകളുടെ നന്മയ്ക്കായി, നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി അത് തിരികെ വരുവാൻ പോകുക. നഷ്ടപ്പെട്ടു പോയ ആ തൊഴിൽ നിനക്ക് തിരികെ ലഭിക്കുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ നഷ്ടപ്പെട്ടു പോയ ആ തൊഴിൽ കാരണം നോക്കി പ്രാർത്ഥിക്കുന്ന നിന്നെ മാറ്റി നിർത്തുന്നവനല്ല ദൈവം. നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ആ കാരണങ്ങൾ ഇല്ലാതാകുന്നു. യേശുവിൻ നാമത്തിൽ ലോക വഴികളിൽ നീ സഞ്ചരിച്ച ആ കാൽപ്പാടുകൾ മാഞ്ഞു പോകുന്നു. കടൽ തീരത്തിലൂടെ കളിച്ച് ചിരിച്ച് നടക്കുന്ന കുഞ്ഞിന്റെ കാൽപ്പാടുകൾ പിന്നാലെ വരുന്ന തിര മായ്ച്ചു കളയുന്നത് പോലെ നിങ്ങൾ ഇന്നലകളിൽ ലോക വഴികളിൽ നടന്ന് വന്നുപോയ ആ കാൽപ്പാടുകൾ അതേ എൻ്റെ കർത്താവ് മായ്ച്ചു കളയുക. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മനസ്സ് വയ്ക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ താഴ്ത്തുമ്പോൾ, പ്രാർത്ഥിക്ക് സഹോദര, പ്രാർത്ഥിക്ക് സഹോദരി. നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭർത്താവിനായി, നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭാര്യയ്ക്കായി പ്രാർത്ഥിക്ക്. വീഴ്ചയിലേക്ക് നോക്കണ്ട. ലോകം കണക്കിട്ട, നിന്റെ ഭാര്യ കണക്കിട്ട, നിന്റെ ഭർത്താവ് കണക്കിട്ട ആ കാൽപ്പാടുകൾ മാഞ്ഞു പോകുക. അതേ വീഴ്ചയുടെ കാൽപ്പാടുകൾ, പരാജയത്തിന് കാരണമായി തീർന്ന ചില കാൽപ്പാടുകൾ, ലോക വഴികൾ നീ നഷ്ടപ്പെടുവാൻ ഇടയായി തീർന്ന ചില കാൽപ്പാടുകൾ, ആ കുറവുകൾ എന്ന കാൽപ്പാടുകൾ, പാപം എന്ന കാൽപ്പാടുകൾ, ചെയ്യുവാൻ പാടില്ലാത്തത്, പറയുവാൻ പാടില്ലാത്തത്, ഇടപെടുവാൻ പാടില്ലാത്ത നിലകളിൽ ഇടപെട്ട ആ ചരിത്രം അത് മാഞ്ഞു പോകുകയാണ്. നിന്റെ പാപത്തിന്റെ കുറവിന്റെ ചരിത്രത്തെ മായ്ച്ച് എൻ്റെ കർത്താവ് നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭാര്യയെ നിനക്ക് തിരികെ തരിക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്ക് സഹോദര സഹോദരി, പ്രാർത്ഥിക്ക്. നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ തരിക. നിനക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുവാൻ, അതേ പിന്നെയും 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 നീ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷത്തോടെ ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് നിനക്ക് തിരികെ തരിക. മാതാവേ, പിതാവേ, ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയി, അതേ തലമുറകൾ നഷ്ടപ്പെട്ടു പോയി, സന്തോഷിച്ചതാണ്, ഒത്തിരി അഭിമാനിച്ചതാണ്. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചു, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തു. മറ്റു പലർക്കും അതിന് കഴിഞ്ഞില്ല. മറ്റൊന്നിലും നോക്കിയില്ല. ദൈവത്തെ നോക്കുവാൻ മറന്നു. മക്കളിലേക്ക് മാത്രം നോക്കി. അവർ പഠിച്ചു, വിദ്യാഭ്യാസം നേടി. എന്നാൽ ഇതാ നഷ്ടപ്പെട്ടവരായി നിങ്ങൾ മാറിയിരിക്കുന്നു. അവർക്ക് പലതും ഉണ്ടായി, നിങ്ങൾ നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു. അതേ നഷ്ടപ്പെട്ടു പോയ തലമുറകളെ, ലോകമോഹങ്ങൾക്ക് പിന്നാലെ നിങ്ങൾ ഓടി ദൈവത്തെക്കാൾ പ്രാധാന്യം ഇന്നലകളിൽ നിങ്ങൾ കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, നിങ്ങൾക്ക് അന്യരായി തീർന്ന നിങ്ങളുടെ തലമുറകളെ എൻ്റെ കർത്താവ് തിരികെ തരിക. മാതാവേ, പിതാവേ, നിന്റെ മകൻ, നിന്റെ മകൾ സ്നേഹത്തോടെ അമ്മ എന്ന് വിളിച്ച് നിന്റെ അടുക്കലേക്ക് കടന്നു വരിക. പിതാവേ, നിന്റെ മക്കൾ നിന്നെ അപ്പാ എന്ന് വിളിക്കുക. യേശുവിൻ നാമത്തിൽ, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞ് ആ മുടിയൻ പുത്രൻ മടങ്ങി വന്നതുപോലെ പിതാവേ, നിന്റെ തലമുറകൾ മടങ്ങി വരിക. ലോക വഴികളിൽ നിന്നിൽ നിന്ന് അകന്നുപോയ തലമുറകൾ മടങ്ങി വരിക. ഓ സ്തോത്രം. നിനക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അതേ അവർക്ക് തന്നെ നിന്നെ അനുഗ്രഹിച്ച ദൈവത്തെ, നിന്നെ നിലനിർത്തിയ ദൈവത്തെ, ഓ സ്തോത്രം, നീ ചോദിച്ചതിലും നിനച്ചതിലും അത്യന്തപരമായി നിനക്ക് നൽകി രാജ്യങ്ങളിൽ നിന്നെ മാനിച്ച ആ ദൈവത്തെ നിനക്ക് നിന്റെ തലമുറകൾക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഫലമെന്താ? മൂട്ട കെട്ടി കിട്ടിയതുമായി അവർ ലോകത്തിന്റെ വഴികളിലേക്ക് നടന്നുപോയി. നിറകണ്ണുകളോടെ നീ കാത്തിരിക്കുക. ആ തലമുറകൾ മടങ്ങി വരിക. ദൂത സഹോദര സഹോദരി, ദൂത നിന്നോട് തന്നെ, മാതാവേ, പിതാവേ, നിങ്ങൾ സന്തോഷിക്കുവാൻ പോകുക. അമ്മ എന്നുള്ള, അപ്പ എന്നുള്ള വിളി കേൾക്കുവാൻ പോകുക. അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തു എന്ന് ഏറ്റു പറഞ്ഞ് തലമുറകൾ മടങ്ങി വരിക. ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ അവരുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കപ്പെടുക. ഓ സ്തോത്രം. നീ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ നഷ്ടപ്പെടലിന് കാരണമായ സകല കുറവുകളും കഴുകി ശുദ്ധീകരിക്കപ്പെടുക. നഷ്ടപ്പെട്ടു പോയി, ആ ബിസിനസ് നഷ്ടപ്പെട്ടു പോയി, ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി. ഓ സ്തോത്രം. തിരികെ വരിക. പ്രാർത്ഥിക്ക്. ഇപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. നിന്നെ തന്നെ
ഏറ്റവും താഴ്ത്ത് നിന്നെ തന്നെ ഒത്തിരി ഉയർത്തി നീ കെട്ടിപ്പൊക്കിയ ആ സാമ്രാജ്യം, തകർന്നു വീണുപോയ ആ സാമ്രാജ്യം, ലോകത്തിന് ഒരു പക്ഷേ അത് വലുതായിരിക്കത്തില്ല, എന്നാൽ നിനക്കത് വലുതാണ്. നിന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുവാൻ കഴിവുള്ള ആ ബിസിനസ്, നിനക്ക് വലുതായ ബിസിനസ് അതേ വീണുപോയി, അതേ ആ സ്ഥാപനം തകർന്നു പോയി, ആ കച്ചവടം നശിച്ചു പോയി, ആ സ്വയം തൊഴിൽ ഇല്ലാതായി തീർന്നു. കേൾക്ക്, അത് തിരികെ വരിക. താങ്ക് ഗോഡ്. പ്രാർത്ഥിക്ക്, മുട്ടുമടക്ക്, നിന്നെ തന്നെ താഴ്ത്ത്. കർത്താവ് അത് നിനക്ക് തിരികെ തരിക. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് തിരികെ വരുവാൻ പോകുക. ആരോഗ്യം തിരികെ വരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. സ്തോത്രം. ആ രോഗം നിന്നെ വിട്ട് മാറിപ്പോകുക. ആമേൻ. നഷ്ടപ്പെട്ടു പോയത് സകലവും ലോകപ്രകാരം നിങ്ങൾ ചിന്തിച്ചു കണ്ണുനീരോടെ ഭാരത്തോടെ ആയിരിക്കുന്നു. അതേ, എൻ്റെ നല്ല കാലം കഴിഞ്ഞു പോയി. അധ്വാനിച്ച് സന്തോഷത്തോടെ മറ്റുള്ളവരുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കുവാൻ കഴിയുമായിരുന്നു. ആ നല്ല കാലം, ആ നന്മകൾ, ആ സന്തോഷം സകലതും നഷ്ടപ്പെട്ടു പോയി. വിലപിക്കുന്ന ഒരു വലിയ കൂട്ടം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. പല നിലകളിൽ നഷ്ടപ്പെട്ടവരായി തന്നെ. അതേ, മനസ്സെ ലോക വഴികളിൽ നടന്ന് നഷ്ടപ്പെടുത്തി. എന്നെ കേൾക്കുന്ന പലരും പറയും, ദൈവദാസനെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഫാസ്റ്റ് ഇല്ല, ഞങ്ങൾ ലോക വഴികളിൽ നടന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിൻ്റെ പിന്നാലെ പോയില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ഉറച്ചു നിന്നു, എന്നിട്ടും ഞങ്ങൾ നഷ്ടപ്പെട്ടവരായി മാറിയിരിക്കുന്നു. അതേ, നിന്റെ കണ്ണുനീരിന് കാരണം അതാണ്. ഞാൻ കർത്താവിനൊപ്പം നിന്നു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉപവസിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തി, എന്നിട്ടും അവർ എനിക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ശത്രു എന്നിൽ നിന്ന് അവരെ കവർന്നു കൊണ്ടുപോയിരിക്കുന്നു. അതേ, നീ അറിഞ്ഞ് നഷ്ടപ്പെട്ടതിന് മാത്രമല്ല, നീ അറിയാതെ നിന്റെ കൈക്കുള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെയും തിരികെ തരുവാൻ എൻ്റെ ദൈവം മതിയായവൻ. നഷ്ടപ്പെടൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്ക്, പ്രാർത്ഥിക്ക്, കർത്താവ് നിനക്ക് തിരികെ തരും. പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നഷ്ടപ്പെട്ടു പോയ നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് തിരികെ തരും. അതേ, നഷ്ടപ്പെട്ടു പോയ നിന്റെ ജോലിയെ എൻ്റെ കർത്താവ് തിരികെ തരും. നീ ഒന്നും ചെയ്തിട്ടല്ല, ശത്രുക്കളുടെ ഒരു വലിയ കൂട്ടം നിനക്ക് വിരോധമായി ആ ജോലി സ്ഥലത്ത് എഴുന്നേറ്റു. നിന്നെ അപമാനിക്കുവാനും, നിന്നെ കുറ്റം പറയുവാനും, നിന്നെ കൊള്ളരുതാത്തവനാക്കി തീർക്കുവാനും പദ്ധതികൾ ഒരുക്കി. വേണ്ടപ്പെട്ടവനായിരുന്നു നീ വേണ്ടാത്തവനായി മാറി. ഇന്ന് പുറത്താക്കലിന്റെ വക്കിൽ നീ ആയിരിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവനായി നീ ആയിരിക്കുന്നു. അതേ, കേൾക്ക്, ശത്രു നിന്നിൽ നിന്ന് കവർന്നെടുത്തതിനെ എൻ്റെ കർത്താവ് നിനക്ക് തിരികെ തരുവാൻ പോകും യേശുവിൻ നാമത്തിൽ. ശത്രു കവർന്നെടുത്ത നിന്റെ തൊഴിലിനെ, നിന്റെ അവകാശമായ തൊഴിലിനെ എൻ്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക. നീ സ്നേഹിച്ചു നിന്റെ ഭർത്താവിനെ തന്നെ. അയ്യോ, നിന്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചത് അവന് വേണ്ടിയാണ്. അതേ, ശത്രു കവർന്നെടുത്തു. ഞാനറിയാത്ത ശത്രു. ഞാനൊരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല, നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദൈവദാസനെ, നിങ്ങൾക്കറിയത്തില്ല, താഴ്ത്താത്ത, പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം എൻ്റെ ഭർത്താവ് എനിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ പോലും എനിക്കില്ലായിരുന്നു. അതേ, ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു, എൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ശത്രു, ഞാൻ ശത്രു കടന്നു വന്നു, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എൻ്റെ ഭർത്താവിനെ കൈവശമാക്കി. ആ വിചാരങ്ങളെ കടത്തി, ദുർവർത്തമാനങ്ങളെ പറഞ്ഞു, വിഷം കുത്തിവെച്ചു. അതേ, സർപ്പത്തെ പോലെ വിഷം ചീന്തി എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി. സഹോദരി, പ്രാർത്ഥിക്ക്, മടുത്തു പോകാതെ പ്രാർത്ഥിക്ക്. നിന്റെ ഭർത്താവിനെ നിന്റെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് എൻ്റെ കർത്താവ് നിനക്ക് തിരികെ തരും. അതേ, പിടിച്ചു പറിച്ചുകൊണ്ട് പോയവളുടെ കയ്യിൽ നിന്ന് നിന്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് തിരികെ തരും. അവൾക്കുള്ളതല്ല നിനക്കുള്ളതാ യേശുവിൻ നാമത്തിൽ. സഹോദര, അവനുള്ളതല്ല അവർക്കുള്ളതല്ല നിനക്കുള്ളതാ. ശത്രുവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തുള്ളുന്നൊരു കളിപ്പാവയായി നിന്റെ ഭാര്യ മാറിയിരിക്കുന്നു. നിന്റെ സ്നേഹം അവൾക്ക് കാണുവാൻ കഴിയുന്നില്ല, നിന്റെ കരുതൽ അവൾക്ക് അറിയുവാൻ കഴിയുന്നില്ല. ഇന്നലകളിൽ നീ അവളെ എത്രമാത്രം സ്നേഹിച്ചു, അവൾക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചു, അവളത് മറന്നുപോയിരിക്കുന്നു. ഭാരത്തോടെ ആയിരിക്കുക. കേൾക്ക്, പിടിച്ചുകൊണ്ടുപോയ സ്ഥാനത്ത് നിന്ന് നിനക്ക് നഷ്ടപ്പെട്ടു പോയ നിന്റെ ഭാര്യയെ എൻ്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മദ്യം പിടിച്ചുകൊണ്ടുപോയ ഭർത്താക്കന്മാർ തിരികെ വരിക, മദ്യം പിടിച്ചുകൊണ്ടുപോയ മക്കൾ തിരികെ വരിക, മദ്യം പിടിച്ചുകൊണ്ടുപോയ സഹോദരങ്ങൾ തിരികെ വരിക, കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയ തലമുറകൾ യേശുവിൻ നാമത്തിൽ അവർ തിരികെ വരിക. പ്രാർത്ഥിക്കുക. സ്തോത്രം. ലോക വഴികളിൽ പെട്ടുപോയവർ മടങ്ങി വരിക. ഹല്ലേലൂയ. കൂട്ടുകെട്ടുകൾ മുഖാന്തരം തകർക്കപ്പെട്ടു പോയ പലതും പണിതുയർത്തപ്പെടുക. നഷ്ടം എത്ര വലുതാണെങ്കിലും അത് തിരികെ തരുവാൻ കഴിവുള്ള ഒരു ദൈവം. നഷ്ടത്തിന് കാരണം നിങ്ങളാകട്ടെ, നിങ്ങളുടെ ശത്രുവാകട്ടെ, ആര് തന്നെ ആയിരുന്നാലും ആ നഷ്ടത്തിന് മുമ്പിൽ ലോക മനുഷ്യനെ പോലെ പകച്ചു നിൽക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകെ, ദൈവം അതിനെ തിരികെ നൽകും. സ്തോത്രം. ആ ഇല്ലായ്മയിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. ആ പരാജയങ്ങളെ കർത്താവ് ജയമാക്കി മാറ്റും. അതേ, ഇനിയും ആ നല്ല കാലം, അതേ നിങ്ങളോട് തന്നെ, ഇനി എനിക്കൊരു നല്ല കാലമോ,
ഇനി എൻ്റെ ജീവിതത്തിൽ നന്മയുടെ ഒരു അനുഭവമോ? ഇനി എനിക്ക് സന്തോഷിക്കുവാൻ, അതേ, നിനക്ക് തന്നെ സന്തോഷിക്കുവാൻ വേണ്ടത് ഇന്നലകളിൽ നിനക്കൊപ്പം ഉണ്ടായിരുന്നത്, നിനക്ക് വന്നു ചേരേണ്ടത് നിന്റെ അവകാശം. ആമേൻ. ചെന്നായി കൂട്ടത്തിന് മുമ്പിൽ അകപ്പെട്ട ആട്ടിൻകുട്ടിയെ പോലെ നിന്നെ കീറിക്കളഞ്ഞ് നിന്റെ അവകാശങ്ങളെ കവർന്നെടുത്തു. അതെ, ആ അവകാശങ്ങൾ നിന്നിലേക്ക് തിരികെ വരിക. ആ നഷ്ടപ്പെട്ടു പോയതിനെ എൻ്റെ കർത്താവ് തിരികെ തരുവാൻ പോകുക യേശുവിൻ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? അപ്പോൾ മടിച്ചു നിൽക്കണ്ട, നിരാശപ്പെട്ട് മാറി നിൽക്കണ്ട. ദൈവസേനയിൽ മുട്ടുമടക്ക്, പ്രാർത്ഥിക്ക്. കർത്താവ് ആ നഷ്ടങ്ങളെ തിരികെ തരും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്തു ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ആ നഷ്ടപ്പെടലിനെ കുറിച്ച് ഓർത്ത് ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നഷ്ടപ്പെടുവാനുണ്ടായ കാരണങ്ങളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല. ആ കാരണങ്ങളെ ഇല്ലാതാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചേർത്ത് നിർത്തി പ്രാപിക്കുന്നവരായി, നേടുന്നവരായി, ചിരിക്കുന്നവരായി, സന്തോഷിക്കുന്നവരായി നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും. എന്നാൽ കണ്ണടച്ചോ, വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹീതമായ നല്ല സമയം. നഷ്ടപ്പെട്ടു പോയ പലതിനെയും ചൊല്ലി വിലപിച്ചും കരഞ്ഞും നിരാശയോടെ ആയിരിക്കുന്നവർ, ജോലി സംബന്ധമായ നഷ്ടപ്പെടലുകൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. നഷ്ടപ്പെട്ടു പോയ ജോലികൾ തിരികെ ലഭിക്കട്ടെ. നഷ്ടപ്പെട്ടതിലും അധികം അനുഗ്രഹിക്കപ്പെട്ടത് എന്നെ കേൾക്കുന്ന ചിലർക്ക് ലഭിക്കട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. സ്ഥിര വരുമാനങ്ങൾ ലഭിക്കട്ടെ. മത്സര പരീക്ഷകൾ എഴുതി ഒരു വിശാലതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ യേശു നാമത്തിൽ ആ തടസ്സം മാറട്ടെ. വിശാലത ഇവർ അനുഭവിക്കട്ടെ. ജോലി സംബന്ധമായ സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ. ശത്രുവിൻ്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ. അവിടെ നിർത്തത്തില്ല എന്ന് വാദിച്ച് വെല്ലുവിളിക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും നസ്രനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തകർക്കപ്പെടട്ടെ. സ്തോത്രം. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പിരിഞ്ഞു പോയവർ, ശത്രു പിടിച്ചുകൊണ്ടുപോയത് യേശുവിൻ നാമത്തിൽ ഭർത്താവ് തിരികെ വരട്ടെ. ഭാര്യ തിരികെ വരട്ടെ. യേശുവിൻ നാമത്തിൽ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർത്ത് പണിയപ്പെടട്ടെ. ഭർത്താക്കന്മാരുടെ വീടുകളിൽ കണ്ണുനീരോടെ നിരാശയോടെ ആയിരിക്കുന്ന, അന്യയെ പോലെ ആയിരിക്കുന്ന ചില സഹോദരിമാർ യേശുവിൻ നാമത്തിൽ അവകാശികളായി മാറട്ടെ. ഭർത്താവെന്ന സ്തോത്രം അധികാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഓടിക്കുവാൻ നോക്കുന്ന ശത്രുവിന് മുമ്പിൽ അവർ ഉറച്ചു നിന്ന് അവരുടെ അവകാശത്തെ പ്രാപിച്ചെടുക്കട്ടെ. ഭാര്യ എന്ന അവകാശത്തെ, ഭർത്താവ് എന്ന അവകാശത്തെ. സ്തോത്രം. കോടതികൾ കയറി ഇറങ്ങുന്നവർ തീർപ്പുണ്ടാകട്ടെ. ഏറ്റവും നല്ല തീർപ്പ് നീതിയുള്ള ന്യായാധിപതിയിൽ നിന്നുണ്ടാകട്ടെ. മനുഷ്യർ കൂട്ടം കൂടി ഒറ്റപ്പെടുത്തുമ്പോൾ ദൈവം നീതിയുള്ള ന്യായാധിപതിയായി ഇവർക്കായി ഇറങ്ങി വരണമേ കർത്താവേ. ഇവരുടെ അവകാശങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ. സഹോദരങ്ങൾ, ബന്ധുക്കൾ, സ്വന്തക്കാർ കവർന്നെടുത്ത അവകാശങ്ങൾ തിരികെ വരട്ടെ. നന്മകളുടെ വഴിയടയ്ക്കുന്ന വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. എല്ലാ ദാരിദ്ര്യങ്ങളും മാറട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. ഇവരുടെ ഭവനങ്ങൾക്കകത്ത് സമൃദ്ധി ഉണ്ടാകട്ടെ, നിറവുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകട്ടെ. തൊഴിൽ മേഖല വിശാലപ്പെടട്ടെ. സ്തോത്രം. ഭവനങ്ങൾ പണിത് പൂർത്തീകരിക്കപ്പെടട്ടെ. ഭവനങ്ങൾ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വിൽപ്പനകൾ നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ അതിനുമേലുള്ള തടസ്സങ്ങൾ മാറട്ടെ. ബാധ്യതകൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസ സംബന്ധമായി ഭാരപ്പെടുന്ന മാതാപിതാക്കൾ, അനുഗ്രഹിക്കപ്പെട്ട കോഴ്സുകൾക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടട്ടെ. അനുഗ്രഹീതമാരുടെ വിദ്യാഭ്യാസം മുൻപോട്ട് പോകട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അവരെ പഠിപ്പിക്കുവാൻ വേണ്ട വഴികൾ തുറന്നു കിട്ടട്ടെ. സാമ്പത്തിക വഴികൾ ലഭിക്കട്ടെ. എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. സ്തോത്രം. രോഗികളായി ഭാരപ്പെടുന്നവർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സകല പൈശാചിക ബന്ധനവും വിട്ടുമാറട്ടെ. കുടുംബങ്ങൾക്കകത്തും പുറത്തും നഷ്ടപ്പെട്ടവരാക്കി തീർക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സ്വയം തൊഴിലുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം പിന്നെ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.